ഡേ ഈ പൈസ ഉണ്ടല്ലോ, ഈ പൈസ നിങ്ങൾക്കുള്ള 5 പേർക്ക് 10-5 ചെയ്യുമ്പം ദേ നോക്കി കാണാം 312 ഷുഗർ. അത് കൃത്യം ഒരു മാസം അല്ലേ? ഒരു മാസത്തെ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ 97 അതായത് 15 ദിവസം കൊണ്ട് ഇവിടെ പ്രോസസ് ചെയ്ത് വരുന്ന മരുന്നാണ് നമുക്ക് ഈ പറയുന്ന 400 100 എത്തുന്ന ഒരു അമൃതായി മാറുന്നത് അല്ലേ? ആ 2 ബോട്ടിൽ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് 100 കുറഞ്ഞു. 100 കുറഞ്ഞു. 333 100 2 ബോട്ടിൽ നമ്മുടെ ഒരു ബന്ധുവാണ് ഈ ഒരു മെഹാട്ടോണിനെ കുറിച്ച് പറഞ്ഞതും തന്നതും. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. രാവിലെ എണീക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി മാറി. ഇത് മുഴുവനും ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ ആണ്, ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. ആമസോണിൽ ഇപ്പൊ മെഗാടോൺ നമ്പർ 1 റേറ്റിംഗിൽ എത്തിയ സന്തോഷത്തിലാണ് 5 പേർക്ക് പൈസ തരുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവാ? ദേ ഈ ജെന്റിൽ ആയുർവേദിക്കിന്റെ 2 ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് അതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ കമന്റ് ഇട്ടാൽ ഈ പൈസ ആർക്കൊള്ളാം? നിങ്ങൾക്കൊള്ളാണ്. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ നെല്ലായില് ജെന്റിൽ ആയുർവേദിക്കാണ്. ദേ ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് ഈ വ്യക്തി അറിയാൻ പറ്റത്തില്ല, പക്ഷെ ഈ വ്യക്തിയുടെ പ്രൊഡക്റ്റ് അറിയാം. മെഗാടോൺ എന്ന പ്രൊഡക്റ്റിന്റെ ഓണറാണ് ഉഷ മാം ആണ്. ഉഷ മാം, എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേർന്നത്? ഇങ്ങനെ ഷുഗറിനെ പ്രതിരോധിക്കാൻ ഒരു മെഡിസിൻ ഇതിൽ എങ്ങനെ എത്തിപ്പെട്ടു? ഇങ്ങനെ ഞങ്ങള് ഒരു പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് ഇതിന് ഒരു ടേസ്റ്റ് ഇതിലുണ്ട്. അങ്ങനെ അപ്പച്ചൻ ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പച്ചന്റെ അപ്പൻ ഒരു ആയുർവേദ വൈദ്യനായിരുന്നു. പാരമ്പര്യമായിട്ട് വൈദ്യർ കുടുംബത്തിൽ നിന്ന് വന്ന കാരണം ഇതിലേക്കൊരു ടേസ്റ്റ് എനിക്ക് വന്ന് ചേർന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷൻ നോക്കുന്നു. ഇത് അത് മാഡത്തിന്റെ സമയത്ത് തുടങ്ങിയതാണോ അതോ നേരത്തെ ഉള്ളതാണോ? നേരത്തെ ഉള്ളതാണ്. വർഷങ്ങളായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണിത്. ഈ നിൽക്കുന്ന ബാബുവേട്ടന്റെ ഷുഗർ എത്രയായിരുന്നു? ബാബുവേട്ടൻ ഷുഗർ 312 312 ബാബുവിന്റെ ഷുഗർ. ബാബുവിന് ഇപ്പൊ എത്രയാ? ഇപ്പൊ 97 അല്ലേ? അതെങ്ങനെയാ പറയുന്നത്? നമ്മുടെ റിസൾട്ട് കൊണ്ട് പറയും. ഇത് കണ്ട, ഇത് റിസൾട്ടാണ്. ഇത് ബാബുവേട്ടൻ്റെ റിസൾട്ടാണ്. ഇത് ചെയ്തത് 10-5 ചെയ്തത്. 10-5 312 കടന്നു വെച്ച ഷുഗർ ഈ പറയുന്ന ഒരു മാസം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഒരു മാസം അതായത് നോക്കിക്കഴിഞ്ഞാൽ 7-6 ഒരു മാസം 7-6 ഒരു മാസം തികച്ചായിട്ടില്ല. 7-6 ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യുമ്പം അത് നേരെ പോയി 97 അതായത് എത്ര വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട്? ഇൻസുലിൻ കുറെ കാലത്ത് എടുക്കുന്നുണ്ട്. അവിടെയാണ് ഇത്രയും വലിയ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നത് വെറും ഒരു മാസം കൊണ്ട്. ഈ പറയുന്ന പ്രൊഡക്ഷൻ ഇപ്പൊ ഒരുപാട് പേര് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോട് ഉപയോഗിച്ചാണ് ഈ പ്രൊഡക്റ്റ് മെഗാടോൺ. ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്? ആക്ച്വലി ഇത് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റായി മാറുന്നത്? ഇത് ഞങ്ങൾ കുറെ ആയുർവേദ പ്രൊഡക്ട്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതില് നെല്ലിക്ക, മഞ്ഞള്, അങ്ങനെ കുറെ മരുന്നുകളുണ്ട്. അത് ഇങ്ങനെ വെട്ടി നുറുക്കി അതിന്റെ കഷ്ണങ്ങളാക്കി ആക്കി അതിനെ കഴുകി 3-4 ട്രിപ്പായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം മെഷീനിലിട്ട് പൊടിച്ചിട്ടാണ് ഞങ്ങൾ ചിരക്കിലിട്ട് എടുക്കുന്നത്. പ്രൊഡക്റ്റായി മാറുന്നത്. ഇപ്പൊ നമ്മൾ ബാക്കിൽ കാണുന്നത് ആക്ച്വലി ഇതിന്റെ കട്ടിംഗ് ആണ്. ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഇതിലോട്ട് പോകും. മെഷീനിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. എന്തായിരുന്നു വൈഫിന്റെ പ്രശ്നം? വൈഫിന്റെ പ്രശ്നത്തിൽ 10-15 വർഷത്തിലധികമായി ഷുഗർ ഉണ്ട് ആൾക്ക്. 15 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. അതിലധികമായിട്ട് പിന്നെ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണ്. ഓക്കെ. അപ്പോൾ 38-34 എടുത്തുകൊണ്ടിരിക്കുന്നത്. 38 എടുത്തുണ്ട്. അത്രയും കൊണ്ട് എടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ഇതിന്റെ വേറൊരു യൂട്യൂബ് കണ്ടു. ആ പരസ്യം കണ്ട് ഞാൻ കമ്പനിയിലേക്ക് നേരിട്ട് വന്നു. നമ്മൾ കമ്പനി നേരിട്ട് വന്ന് 2 ബോട്ടിൽ വാങ്ങിച്ചു. ആ 2 ബോട്ടിൽ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് 100 കുറഞ്ഞു. 333 100 2 ബോട്ടിൽ. അപ്പോൾ ഒരു ബോട്ടിൽ കൂടി കൊടുത്തു. അപ്പോൾ അത് 74. അപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ആളുകളോട് അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച് കഴിച്ചു നോക്കുമെന്ന് പറയാറുണ്ട്. ഞാനൊരു കൗതുകത്തിൽ ചോദിച്ചോട്ടെ, അതായത് ഇവിടെ കാണുന്ന ഇത്രയും ജോലിക്കാരെ കാണുമ്പോൾ ഇവരെല്ലാവരും ഏകദേശം 45 അബവ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഇതിൽ എത്ര പേർക്ക് ഷുഗർ ഉണ്ട് ഇവിടെ? ഞങ്ങൾക്ക് ഷുഗറും ഇല്ല. പിന്നെ ഞങ്ങൾ ഒരു 20-15 മില്ലി വീതമൊക്കെ ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 100-100 താഴെയുള്ളൂ. ജോസഫേട്ടന് ഉണ്ടായ അനുഭവം ഈ മെഗാടോൺ വഴി ജോസഫേട്ടൻ്റെ അനുഭവം അറിയണില്ല. ജോസഫേട്ടൻ എന്തായിരുന്നു പ്രശ്നം? ആക്ച്വലി എനിക്ക് ഈ വണ്ടി കൊടുക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ 250ഓളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതൊരാളെ സജഷൻ ചെയ്തിട്ട് ഞാൻ അത് കഴിച്ചു. 2-3 ബോട്ടിൽ കഴിച്ചു. 2 ബോട്ടിൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞാൻ നിർത്താം, വെറുതെ ഒന്ന് ഫോർമാലിറ്റിക്ക് വേണ്ടി കഴിക്കാമെന്ന് നോക്കിയതാണ്. പക്ഷേ ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ കൂടി കഴിച്ചപ്പോൾ എനിക്ക് 100ന്റെ അവിടെ വരെ എത്തിയപ്പോൾ ലെവലായി. അപ്പോൾ ഭയങ്കര ഉന്മേഷം, നല്ല ക്ഷീണമൊക്കെ പോയി. നമ്മുടെ ഈ അനുഭവം പറഞ്ഞ എല്ലാവരുടെയും എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഈ പറഞ്ഞ ഷുഗർ കുറയുന്ന രീതി നേരെ 100 താഴേക്കാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ മരുന്നുകളില്ലേ, ഇത് എന്താ നമ്മൾ അടുത്ത ചെയ്യുന്നത്? എന്താണ്? കഴുകി ഉണക്കി കട്ട് ചെയ്ത മരുന്നുകളാണ് നമ്മൾ ഈ മെഷീനിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് നമ്മളത് ചിരക്കിലിട്ട് എടുക്കുന്നത്. ഓക്കെ. നമ്മൾ അതായത് ഇതൊക്കെ നമ്മൾ കഴുകി റെഡിയാക്കി ഉണക്കി കട്ട് ചെയ്തായിട്ട് ഈ സാധനം നമ്മൾ ഈ മെഷീനിൽ നമ്മളിവിടെ തന്നെ നമ്മൾ
പൊടിച്ചെടുക്കുന്നത് അല്ലേ? ഇവിടെ തന്നെയാ പൊടി. ഇപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിപ്പോ ആ പൊടിച്ച ഐറ്റം നമ്മൾ ചിരക്കിലേക്ക് ഇടും. ഓ, അത് ചിരക്ക അതിന്റെ അതോട് നമ്മൾ ഇടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കയറുന്ന ഈ പൊടി ഉണ്ടല്ലോ, ഈ പൊടിച്ചുണ്ടല്ലോ, അത് എത്ര സമയം കൊണ്ടായിരിക്കും അതിന്റെ പ്രോസസ്സിംഗ് വരുന്നത്? ഇതൊരു 15 ദിവസം നമ്മൾ അതിലിട്ട് തിളപ്പിക്കും. അതിന്റെ അകത്ത് 15 ദിവസം ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ചിരക്കിലേക്ക് അത് ഊറ്റി ഒഴിക്കും. ഇത് ഡോക്ടറാണ്. നമ്മൾ ഇവിടെ എന്ത് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പ്രസൻസ് അല്ലേ മാത്രം അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഡോക്ടറെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ മേക്കാട്ടോൺ കഴിക്കുന്ന വഴി ഈ ഷുഗർ കുറയുന്നുള്ള ഓക്കെ, അത് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും രോഗികൾക്ക്? പ്രമേഹങ്ങളുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടാകുന്ന ദാഹം, ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക, വായുവരൾച്ച എന്നിവയാണ്. ഇത് കഴിക്കുന്നതോടുകൂടി തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതായത് 15 ദിവസം കൊണ്ട് ഇവിടെ പ്രോസസ് ചെയ്ത് വരുന്ന മരുന്നാണ് നമുക്ക് ഈ പറയുന്ന 400 നിന്ന് 100ലേക്ക് എത്തുന്ന ഒരു അമൃതായി മാറുന്നത് അല്ലേ? ഇതാണ് നമ്മൾ ഈ കാണുന്ന പ്രോസസ്സിംഗ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് പോകുന്നത്? ഇത് ഇതിലേക്ക് നമ്മൾ അരിച്ച് ഒഴിക്കും. അതിനുശേഷമാണ് നമ്മൾ ഫില്ലിംഗ് സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫില്ലിംഗ് സെക്ഷനിൽ പോയാലോ? നമുക്ക് ഫില്ലിംഗ് സെക്ഷൻ കാണാം. നമുക്ക് മാഡം ഇതാണ് ഫില്ലിംഗ് സെക്ഷൻ. അതായത് നമുക്ക് അവിടുത്തെ ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് ഇത് ഫില്ല് പോകുന്ന ആളെ കാണുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ലബോറട്ടറി അല്ലേ? ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഇപ്പൊ അവിടെ നിറച്ച് നമ്മുടെ ബോട്ടിലിൽ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. എന്താണ് ആക്ച്വലി നമ്മൾ അവിടത്തേക്കുള്ള പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വന്നത് നമ്മൾ എന്താ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് സാമ്പിൾ ലാബിലേക്കാണ് വരിക. എന്നിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം അതിന്റെ സ്പെക് വാല്യൂസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് പാക്കിംഗ് സെക്ഷനിലേക്ക് വിടും. എത്ര കാലം നമ്മൾ സൂക്ഷിക്കുന്ന സാധനം? അത് നോർമലി ഒരു പ്രൊഡക്റ്റിന്റെ എക്സ്പയറി വരുന്നത് 3 years ആണ്. അപ്പോൾ 3 years വരെ അതിന്റെ ഓരോ സാമ്പിൾ നമ്മൾ ലാബിൽ സൂക്ഷിക്കും. നോക്കിയേ, ഇത് മേക്കാട്ടോൺ 499ാമത്തെ ബാച്ച്, 500ാമത്തെ ബാച്ച്, 501, 502, 503 ഇങ്ങനെ ഓരോ ബാച്ചുകൾ ഇവിടെ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് 3 വർഷം വരെയും ഇവിടെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇത് മുഴുവനും ഈ പറയുന്ന സർട്ടിഫിക്കേഷനാണ്, ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. നമ്മൾ പറയും ഇതാണ് നമ്മുടെ മേക്കാട്ടോണിന്റെ കവർ. ഇതിൽ ഇവിടെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, GNP സർട്ടിഫിക്കറ്റ്. ഇതാണ് ഡ്രഗ് ലൈസൻസ്, അതാണ് ഈ പറയുന്ന GNP. ഈ സർട്ടിഫിക്കറ്റുള്ള കാര്യങ്ങളാണ് ആയുർവേദ പ്രൊഡക്റ്റിൽ വിൽക്കാൻ പാടുള്ളൂ എന്നാണ്. നമ്മുടെ ഈ പറയുന്ന മേക്കാട്ടോണിന് മുഴുവൻ സർട്ടിഫൈഡിലാണ് ഈ സാധനം വിപണി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മേക്കാട്ടോൺ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓൾ ഇന്ത്യ അല്ലെ, ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് മേക്കാട്ടോൺ വാങ്ങിക്കാൻ പറ്റും. മാഡം, നമ്മളിത് ഇന്ത്യയിൽ കിട്ടുമെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് പുറത്ത് ഈ സാധനം അവൈലബിൾ ആണോ? അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. ഒരു 10-15 കൊല്ലമായിട്ട് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യണതാണ്. പുറത്തോട്ട് പുറം രാജ്യത്ത് ചെയ്യുന്നു അല്ലേ? അതായത് നിങ്ങൾക്ക് പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് ഈ സാധനം അവൈലബിൾ ആണ് ഈ സാധനം. അത് മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് എന്റെ അഭിപ്രായം ഇതിന് ഈ വീഡിയോയുടെ മെസ്സേജ് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആമസോണിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന മേക്കാട്ടോൺ നോക്കി കഴിഞ്ഞാൽ അതിലുള്ള ഒരു നെഗറ്റീവ് മെസ്സേജ് ഒന്നും കാണാൻ പറ്റില്ല. ഏകദേശം 99% ആണ് അതിന്റെ റേറ്റിംഗ് കിടക്കുന്നത്. കഴിച്ചവരുടെ റിവ്യൂസ് നിങ്ങൾ കണ്ടത്. കാരണം ഒരാൾ പോലും നെഗറ്റീവ് അല്ല പറയുന്നത്, എല്ലാവരും പോസിറ്റീവ് എന്നല്ല അത്ഭുതമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഓൾ ഇന്ത്യ അയച്ചു തരും. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരെ ബൈ.